നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിപുരാതനമായിട്ടുള്ള ഒരു കൊട്ടാരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവും രാജഭരണവും രാജകിങ്കരന്മാരും ഭടന്മാരും ഒക്കെ ഇങ്ങനെ വിളയാടിയിരുന്ന ഒരു സ്ഥലമാണ്. അന്നത്തെ ഒരു ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു ഓണാട്ടുകര. ഈ ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആർക്കും അറിയത്തില്ല, പക്ഷെ കായംകുളം എന്ന് പറഞ്ഞാൽ അറിയാം. അതെ, ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരം പാലസ് എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകളുടെ കഥകൾ ഉള്ളിൽ പേറുന്ന കായംകുളം കൊട്ടാരം, അതായത് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. പോരാട്ടത്തിൻ്റെ, യുദ്ധത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ അങ്ങനെ ഒരുപാട് കഥകൾ ഉറങ്ങുന്ന ഒരു കൊട്ടാരമാണിത്. പടിപ്പുര കഴിയുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു പാർക്കാണ് നമുക്ക് കാണുന്നത്. ആ പാർക്കിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് ഇതുപോലൊരു അഞ്ചൽപ്പെട്ടിയുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അറിയത്തില്ലായിരിക്കും. ഇത് പണ്ടത്തെ കാലത്ത് കത്തിടപാടുകളെല്ലാം ഇതിലൂടെയാണ് നടന്നിരുന്നത്. അന്നത്തെ ലോകത്തിൻ്റെ ഒരു നാഡീ സ്പന്ദനം തന്നെയായിരുന്നു അഞ്ചൽപ്പെട്ടി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സ്ഥാപിച്ച അഞ്ചൽപ്പെട്ടിയാണ് നമ്മളിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഞ്ചൽപ്പെട്ടിയുടെ പുരാതന പ്രൗഢ്യ കാലത്തിലൂടെ നമുക്ക് രാജഭരണത്തിലേക്ക് പറക്കാം. അന്നത്തെ കായംകുളം രാജാവായിരുന്ന ഓണാട്ടുകര രാജാവ് വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം രാജ്യം ഭരിച്ചു വരുന്ന സമയത്താണ് തിരുവിതാംകൂറിലെ അന്നത്തെ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് രാജ്യവിസ്തൃതിക്ക് വേണ്ടി ഇങ്ങനെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓണാട്ടുകര രാജാവിനെയും ആക്രമിച്ചു. ഓണാട്ടുകര രാജാവ് അദ്ദേഹത്തിൻ്റെ സൈന്യ തലവനായിരുന്നില്ല ഇരവിയിൽ അച്യുത വാര്യർ എന്ന് പറയുന്ന ധീരൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് തന്നെ നടത്തി. എങ്കിലും ഈ രാജാവിൻ്റെ, തിരുവിതാംകൂർ മഹാരാജാവെന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ശക്തിയാണ്. ആ ശക്തിക്ക് മുമ്പിൽ അധികം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന രാമയ്യൻ ദളവ അദ്ദേഹം ഈ ഇരവിയിൽ അച്യുതൻ നായരെ ചതിയിൽ പിടിച്ച് വധിക്കുകയുണ്ടായി. അതൊരു ചതിയുടെ ചരിത്രമാണ് പറയാനുള്ളത്. ആ ചതിയിലൂടെ ആ ധീരനായിട്ടുള്ള ആ ഒരു സൈന്യ തലവനെ വധിച്ചതോടുകൂടി പിന്നെ രാജാവിൻ്റെ സ്ഥിതി അല്പം മോശമായി. അങ്ങനെ 1746 നൂറനാട് പടനിലത്ത് വെച്ച് നടന്ന ഭയങ്കര രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ഓർനാട് രാജാവിനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. രാജ്യവും രാജഭരണവും ഒക്കെ നഷ്ടപ്പെട്ട നമ്മുടെ ഹീറോ ഓർനാട്ട് രാജാവ് മാനഹാനി ഭയന്ന് നാട് വിട്ടെന്നും അതല്ല തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യം അദ്ദേഹത്തെ വധിച്ചു എന്നും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും അന്നത്തെ ഇവിടെ നിലനിന്നിരുന്ന ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരം മുഴുവൻ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഇടിച്ച് നിരത്തി കല്ലിന്മേൽ കല്ല് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിലാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള കൊട്ടാരം പണി കഴിപ്പിച്ചത്. അതൊക്കെ കഴിഞ്ഞുപോയ ചരിത്രം. ഇന്നിപ്പോൾ കൃഷ്ണപുരം കൊട്ടാരം ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ ഒരുപാട് അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് പഴയ അളവ് തൂക്കത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇത്. പല നാടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെയാണ്. ഇതുപോലെ 100 അമൂല്യ വസ്തുക്കൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടവ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കപ്പെട്ടവ, അങ്ങനെ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമായിട്ട് ഈ കൊട്ടാരം ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് 300-400 വർഷത്തെ പഴക്കമാണ് ഇപ്പം കൊട്ടാരത്തിന് പറയാനുണ്ടെങ്കിലും അതിലുള്ള അമൂല്യ വസ്തുക്കൾ ഏകദേശം 1000-1500 വർഷങ്ങളോളം പഴക്കമുള്ള പഴയ കാലത്തുള്ള ഒരുപാട് അമൂല്യ വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തു നിന്നും കുഴിച്ചെടുത്ത അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ഒരു ശിലാവിഗ്രഹമാണ്. ഇതിനൊക്കെ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ട് പറയാൻ. ഇത് പണിത ശില്പി ഏതാണ്, ഇത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ശില്പങ്ങളൊക്കെ രൂപം കൊടുത്തത് എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള രേഖാവിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇതൊക്കെ കാലത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കാണിച്ച ആൾ ഞാനാണ് കേട്ടോ, അത് കാലത്തിൻ്റെ ദൃഷ്ടാന്തമല്ല. ഈ ഒരു കൊട്ടാരത്തിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു മറ്റൊരു ലോകത്തെത്തിയ പോലെ അത്രയ്ക്ക് സുഖശീതളമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ കൊട്ടാരത്തിന്. എവിടെ നിന്നാലും ഒരു തണുപ്പൻ പ്രകൃതി, അതായത് ഒരു തണുത്ത ഒരു കാറ്റ് എപ്പോഴും കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ നിൽക്കും. ആ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് നിന്നാൽ കുളത്തിൻ്റെ ആ എല്ലാ ഭാഗങ്ങളും കാണത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു സജ്ജീകരണം. പഴയ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആ ഒരു ഓർഡറിങ് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിച്ച വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നാണ്. പഴയ കാലത്ത്
കുടുംബം ഉപയോഗിച്ചിരുന്ന ഒരു അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ അന്നത്തെ ആ ഉപകരണങ്ങളും ഉപകരണ സാമഗ്രികളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നോക്കി എത്ര ആളുകൾക്ക്, രാജാക്കന്മാർക്കും പടയാളികൾക്കും അല്ലെങ്കിൽ രാജാഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠ നേതാക്കൾക്കൊക്കെ കഞ്ഞിയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒക്കെ വെച്ച് കൊടുത്ത ആ പാത്രങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു പുരാവസ്തു ശേഖരമാണ് എങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ബാത്റൂമിൻ്റെയൊക്കെ ഒരു നിർമ്മാണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ വിദേശ രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ ബാത്റൂമിൻ്റെ ആ ഒരു സജ്ജീകരണമൊക്കെ അതിപുരാതനമായൊരു കിണർ. ഈ കിണറിനകത്ത് അമൂല്യമായിട്ടുള്ള നിധിയുണ്ട് എന്ന് പറയപ്പെടുന്നില്ല. അതിപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞാൽ എനിക്കൊരു കൗതുകം, നമുക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുമൊക്കെ. എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളതാണ്. അപ്പം അന്നത്തെ ആ അടുക്കള പാത്രങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഇന്നത്തെ കാലത്തിൻ്റെ ഈ നവ ഉപകരണങ്ങൾ, മിക്സിയോ അങ്ങനെയുള്ള ഗ്രൈൻഡറോ ഫ്രിഡ്ജോ ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്ത് സമ്പന്നമായിട്ടുള്ള അന്നത്തെ പ്രൗഢമായി നിന്നിരുന്ന രാജവംശങ്ങളിൽ വരെ ഇത്തരം ചില ഈ ഉപകരണ സാമഗ്രികളിലൂടെയാണ് അവരുടെ ദൈനംദിന ആഹാര ശൃംഖലയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. 3 നിലകളിലായിട്ടാണ് കൃഷ്ണപുരം പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഫുള്ള് ഈട്ടി, തേക്ക്, മഹാഗണി അങ്ങനെയൊക്കെയുള്ള വിലപിടിപ്പുള്ള, അതായത് കാലത്തെ അതിജീവിച്ച് ഈട് നിൽക്കുന്ന തടികൾ മാത്രം ഉപയോഗിച്ച് വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ അന്നത്തെ കേരള വാസ്തുശില്പകലയുടെ മകുട ഉദാഹരണം എന്ന് പറയത്തക്ക രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ നിർമ്മാണം. അത്രയ്ക്ക് തടികളൊക്കെ ഇങ്ങനെ കടഞ്ഞെടുത്തതുപോലെയാണ്. ഇത്രയോ നൂറ്റാണ്ടുകൾ, ഇതിനിയും ഇതൊരു 1000 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എത്രയെത്ര കലാകാരന്മാർ, എത്രയെത്ര ശില്പികൾ, എത്രയെത്ര മര ഉരുപ്പടികൾ, ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ചരിത്രം തന്നെ ഈ കാണുന്ന ഓരോ കലാരൂപത്തിൻ്റെ പിന്നിലുമുണ്ട്. ഈ കൊട്ടാരത്തെക്കുറിച്ചും ഒരുപാട് നിഗൂഢമായിട്ടുള്ള കഥകളുണ്ട്. ഈ കൊട്ടാരത്തിനകത്ത് ഇന്നും കാണാൻ പറ്റാത്ത, തെളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിനിഗൂഢ തുരങ്കങ്ങളുണ്ടെന്നും ഈ കൊട്ടാരത്തിന് ചുറ്റും എവിടെയും അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും നമുക്ക് ഈ കൊട്ടാരത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള നിലയിലെ കാഴ്ചകളാണ് കേട്ടോ. 3-ാം നില ഇത് ഫുള്ള് തടിയിലാണ്, വേറൊരു മെറ്റീരിയലും തടിയിൽ മാത്രമാണ്. ഇത് സൈഡൊക്കെ എത്ര ഭംഗിയായിട്ടാന്ന് നോക്കി. ഇത് പണ്ട് ഈ ചുവരിലൊക്കെ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അന്നത്തെ ഒരു പ്രൗഢ്യമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിയുന്ന ആ ഒരു നിർമ്മാണ രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. രാജകൊട്ടാരങ്ങൾ, ആ ക്ഷേത്രങ്ങൾ, വലിയ ധനികരുടെ ഭവനങ്ങളൊക്കെ ഈ രീതിയിൽ, ഈ മാതൃകയിലാണ് പണിതത്. ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അന്നത്തെ വലിയ ധനികരുടെ വീടുകളൊക്കെ ഇടിച്ചു നിരത്തപ്പെട്ട്, പിന്നെ ക്ഷേത്രങ്ങളും പഴയ പുരാതന കേരളത്തിൻ്റെ മകുട ഉദാഹരണങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോലും നമുക്ക് ഇത്തരം വളരെ മഹനീയമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഒരുപാട് പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാരണം പഴയ കാലത്തൊരു വാളാണ്, എത്ര ആളുകളുടെ തലയെടുത്ത വാളായിരിക്കും ഇത്. പീരങ്കി ഉണ്ടകൾ, പഴയ കാലത്തെ വിലങ്ങുകൾ, അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മളെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരുപാട് അമൂല്യ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മ്യൂസിയത്തിൽ വന്ന് അതെല്ലാം കാണാം, കുട്ടികളെ കൊണ്ട് കാണിക്കുക. ഇതുമായിട്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കൃഷ്ണപുരം കൊട്ടാരം. ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു 300-400 വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മളുടെ മനസ്സ് പോയതുപോലെ അതേ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് രക്തരൂക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം വരാം. ഓക്കെ, ബൈ.